പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ സ്വാഗതം, എൻ്റെ വണക്കം, എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ വളരെ വളരെ ശ്രദ്ധയർഹിക്കുന്ന, വളരെ ശ്രദ്ധിച്ച് വളരെ ആലോചിച്ച് ചിന്തിച്ച് മാത്രം നിർവഹിക്കേണ്ട ഒരു കടമയെപ്പറ്റി, അതിപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തെ ആകമാനം ബാധിക്കുന്ന ഒരു കടമയെപ്പറ്റി ചില അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ ക്രിസ്മസ് കാലത്ത് കേരളത്തിലും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഇതര BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ക്രിസ്തീയ വിശ്വാസികൾക്ക് സംഭവിച്ച അനിഷ്ട സംഭവങ്ങൾ, സംഭവിച്ചതല്ല അവരോട് കാണിച്ച അക്രമങ്ങൾ, അതിനോട് ഇപ്പോൾ അങ്ങുമിങ്ങും ആളുകൾ പ്രതികരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തിരുമേനിമാർ. ഇവർക്ക് ആർക്കും തന്നെ സത്യമായി നിങ്ങളോട് പറയുന്നു, ഉള്ളിൽ വലിയ ഭീതിയോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവർക്കാർക്കും തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ലക്കും ലഗാനുമില്ല, യാതൊരു തുരുമ്പുമില്ല, അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിശൂന്യമായ പ്രതികരണത്തിൽ കൂടെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ മാത്രം ഇവരെ കൊണ്ട് സാധിക്കും എന്നത് അവരും അവരുടെ പുറകെ നടക്കുന്നവർ, അതുകൊണ്ട് അടി വാങ്ങിക്കാൻ പോകുന്നവർ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമാണ്, അല്ല ഒരു അത്യാവശ്യമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കത്തോലിക്ക ബാവ, അതായത് ഓർത്തഡോക്സ് സഭയുടെ മാത്യൂസ് തൃതീയൻ ബാവ, ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനി തിരുമനസ് നടത്തിയ ഒരു പ്രസംഗം. അത് ഒരു പക്ഷേ നിങ്ങൾ മുഴുവനായും കാണണം. അതിനുശേഷം അതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യമാണ്. നിങ്ങൾ ക്ഷമയോടെ ഇത് അവസാനം വരെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. 2000 BC-യില്, ക്രിസ്തുവിന് മുമ്പ് 2000-ൽ ഇറാനിൽ നിന്ന് ഇവിടെ കുടിയേറിപ്പുറത്ത ആര്യന്മാര് ബ്രാഹ്മണിക ആരാധന ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു മതമാണ് ഹിന്ദുയിസം. അതിവിടെ ഇവിടുത്തെ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ആര്യനുമില്ല, ഒരു ഹിന്ദുവുമില്ല. എല്ലാവരും ഈ പറയുന്ന ഇറാൻ പ്രദേശത്തു നിന്ന് വന്നവരാണ്. പക്ഷെ അവർ വന്നപ്പോൾ അവരൊരു കാര്യം ചെയ്തത്, അന്ന് വളരെ ശക്തമായിരിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ട്, ഹരപ്പ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന് മുമ്പ് 4000 BC-യിൽ ദ്രാവിഡന്മാർ മുഖാന്തരം ഉണ്ടായതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ദ്രാവിഡന്മാരും ഇവിടുത്തുകാരല്ല. ദ്രാവിഡന്മാര് ആഫ്രിക്കയിൽ നിന്ന് ഇറാൻ വഴിയായിട്ട് ഇന്ത്യയിൽ വന്നെത്തിയവരാണ്. പക്ഷെ അവര് ഇൻഡസ് വാലി സിവിലൈസേഷൻ ജീവിച്ചിരുന്നവരെ ആര്യന്മാര് 2000 BC-യിൽ വന്നിട്ട് കൈയടക്കി, പ്രദേശങ്ങളെല്ലാം കൈയടക്കിയിട്ട് ദ്രാവിഡന്മാരെ തെക്കോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ തെക്കോട്ട് ഒഴിച്ച് പലായനം ചെയ്ത ദ്രാവിഡന്മാർ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ താമസിക്കുകയാണ്. തെലുങ്ക് സംസാരിക്കുന്നവരും ഹിന്ദു വിശ്വാസത്തിൽ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ AD 52 മുതല് ക്രിസ്തു മതം സ്വീകരിച്ച് ഇവിടെ ജനിച്ചു വളർന്ന ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്. ഇവിടെ ഇസ്രായേലിൽ നിന്നുള്ള ആളുകൾ ആരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല. അറബി രാജ്യത്തിൽ നിന്ന് ആരും ഇവിടെ ക്രിസ്ത്യാനികളായിട്ടില്ല. ഇവിടെയുള്ളവര് ഇന്ത്യൻ ഒറിജിനാണ്, ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. അതിവിടുത്തെ മുസ്ലിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവരിവിടെ ജനിച്ചു വളർന്നവരാണ്. മധ്യപൂർവ്വ ദേശങ്ങളിലുള്ള മുസ്ലിങ്ങളാരും ഇവിടെ ഇല്ല. ഇവിടെ ജനിച്ചു വളർന്ന മുസ്ലിങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെയുള്ളപ്പോൾ ന്യൂനപക്ഷങ്ങൾ അവിടെ തമസ്കരിക്കപ്പെടുമെന്നുള്ളത് സത്യമാണ്. എന്നാൽ നാം ഇത് അറിഞ്ഞിരിക്കേണ്ടത്, ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കെതിരായുള്ള ആ ആക്രമണങ്ങൾ, നമുക്കല്ല, ന്യൂനപക്ഷങ്ങൾ ആരായുന്ന അവർക്കെല്ലാം എതിരായി ഉണ്ടാകുന്നതായ ആക്രമണങ്ങൾ വരുമ്പോൾ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ്. ആ ഒരു സത്യമാണ്
അത് അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറയുന്ന ട്രംപിനെ പോലെ ഇന്ത്യ ഫോർ ഹിന്ദുസ് എന്ന് പറയുന്ന RSSന്റെ ഒരു വലിയ ആപ്തവാക്യമുണ്ടെങ്കിൽ അത് ഈ ഇന്ത്യയിൽ ചെലവാകാൻ പോകുന്നില്ല, അത് നടക്കത്തുമില്ല. അപ്പോൾ വന്യ ബാവ തിരുമനസ് ഇങ്ങനെയാണ് ജനങ്ങളെ ഉണർത്തുന്നത്. നിങ്ങൾക്ക് ന്യായമായും ചോദിക്കാം, എന്നോട് ചോദിക്കാം, ഇദ്ദേഹം പറയുന്നത് ശരിയല്ലേ, ഇത് പറയേണ്ടത് തന്നെയല്ലേ എന്ന് ചോദിക്കാം. ചോദിക്കുന്നത് ന്യായമാണ് എന്ന നല്ല പ്രതീതിയും ഉണ്ടായിരിക്കും. പക്ഷേ നാം സമയത്തിനും സാഹചര്യത്തിനും കാലത്തിനും അനുസരിച്ച് ബുദ്ധിയോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ആയിരിക്കുകയാണ്. വളരെ വളരെ ശ്രദ്ധിച്ച്, യേശു പറഞ്ഞില്ലേ, നിങ്ങൾ പോകുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ്, അതുകൊണ്ട് പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരുമായിരിക്കണം. എന്താണ് പാമ്പിന്റെ ബുദ്ധി? പാമ്പ് അതിൻ്റെ നെഞ്ച് ഭൂമിയോട് ചേർത്താണ് ഇഴയുന്നത്. അപ്പൊ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയും, അത് ഏറ്റവും ഭംഗിയായി കൃത്യമായി മനസ്സിലാക്കുന്നത് പാമ്പാണ്. അതാണ് പാമ്പിന്റെ ബുദ്ധി. ആ ബുദ്ധി നമുക്ക് ഉണ്ടാകണമെന്നാണ് യേശു പറയുന്നത്. അത് അത്ഭുതകരമായ ഒരു ഉത്ബോധനമാണ്. അത് വേണ്ടതുപോലെ എത്ര മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് പറയാനുള്ളത്, ബാവ തിരുമേനി ഈ 4 മിനിറ്റ് ദീർഘമുള്ള വീഡിയോ ക്ലിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങൾ ഒരു പരിധിവരെ എല്ലാം ശരിയാണ്, വാസ്തവമാണ്. പക്ഷേ അത് ഇപ്പോൾ പറയേണ്ട കാര്യമാണോ? ഹിന്ദുക്കൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും അവർ മറ്റുള്ളവരോട് എന്തൊക്കെയാണ് ചെയ്തത് എന്നും ദ്രാവിഡർക്ക് എന്തോ പറ്റിയെന്നും ക്രിസ്ത്യാനികൾ ഇവിടെ മുളച്ചവരാണെന്നും മുസ്ലിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഏതായാലും അവസാനം സമ്മതിക്കും. ഇതൊന്നും പറയേണ്ട സമയം ഇതല്ല. എനിക്ക് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ചിരിയും സന്തോഷവും തോന്നിയത്, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടുടനെ ഈ വന്യ തിരുമനസ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമാണ്, ന്യൂനപക്ഷങ്ങളുടെ മുഴുവൻ പ്രശ്നമാണ്. ഇങ്ങനെ കേരളത്തിലെ തിരുമേനിമാർ പറയാറില്ല. അവർ ക്രിസ്ത്യാനികൾക്ക് തട്ട് കിട്ടുമ്പോൾ മാത്രമേ ആളയിൽ നിന്ന് വെളിയിൽ വന്ന് വായനക്കാറുള്ളൂ. ഇപ്പോൾ സംഗതി വഷളായി എന്ന് അറിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ശത്രുക്കളാകണമെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ നാം ഒന്നാണ്, നാം തുല്യമായി പീഡിപ്പിക്കപ്പെട്ടവരാണ്, നമ്മൾ ന്യൂനപക്ഷക്കാരാണ്, അത് പൊതുവായി ചിന്തിക്കണമെന്നൊക്കെ അദ്ദേഹം പറയും. അപ്പൊ ഇങ്ങനെ പീഡനം വരുമ്പോഴെങ്കിലും സത്യം തിരിച്ചറിയാൻ ചിലർക്ക് സാധിക്കും എന്നത് ഈ കാർമേഘത്തിന്റെ ചുറ്റുമുള്ള രജതരേഖ പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഏതായാലും എനിക്ക് പറയാനുള്ളത് RSSന്റെ ആപ്തവാക്യം ഇവിടെ ചിലവാകത്തില്ല. അവരെ സഹായിക്കുന്ന, അവർക്ക് ഓശാന പാടുന്ന ഭരണാധികാരികൾ ഉണ്ടെന്ന് വിചാരിച്ച് അവർ നിലവിട്ട് ഇടപെടരുതെന്നൊക്കെ പറയാനുള്ളത്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ രക്തസാക്ഷ്യം വഹിക്കും, അതൊക്കെ വെറും കള്ളമാണ്. അത് ക്രിസ്ത്യാനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഈ മാന്യ തിരുമേനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ഒരു ബോധവുമില്ല. ക്രിസ്ത്യാനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് അറിയാവുന്ന ഒരു തിരുമനസ്സും ഈ മണ്ടത്തരം വിളിച്ച് പറയില്ല. എനിക്ക് നന്നേ അറിയാം, അനുഭവത്തിൽ കൂടെ അറിയാം. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ക്രിസ്തീയ സഹോദരന്മാർ ഒന്നാന്തരം ഭീരുക്കളാണ്. ഒരുത്തൻ പോലും 2 കാലിൽ നേരെ നിൽക്കത്തില്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആദ്യം വാല് തീ കൊളുത്തിയതുപോലെ ഓടുന്നത് നേരെ ജീവിതം നടക്കാൻ ശാരീരിക ശേഷിയില്ലാത്ത മെത്രാന്മാരായിരിക്കും. അവിടെ പുറകെ അവർ തീറ്റിപ്പോറ്റിയ ഈ കുഞ്ഞാടുകൾ ഓടും. ഇവിടെ ആരും രക്തസാക്ഷിത്വം വഹിപ്പാനോ ധീരസാഹസികമായ വിശ്വാസത്തിനോ നിൽക്കാനോ ഒരുത്തരും ഉണ്ടാകത്തില്ല. ഇത് ആദ്യമേ മനസ്സിലാക്കിയാൽ നന്ന്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം അതിൻ്റെ ഓരോ അംശവും എടുത്ത് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് പക്ഷേ ആവശ്യമെന്ന് തോന്നിയാൽ മറ്റൊരു ദിവസമാകട്ടെ. ഈ വീഡിയോയിൽ എനിക്ക് ആദ്യമായി എവരോടും പറയാനുള്ളത്, ദയവായി ഇത് മനസ്സിലാക്കുക. നാം
ഇനിയും ഉണ്ടാകാൻ പോകുന്ന, ഇതുവരെ നടന്നിട്ടുള്ളതും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നതുമായ സംഭവ വികാസങ്ങളോട് എപ്രകാരമാണ് പ്രതികരിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ വളരെ ചുമതല ബോധത്തോടെ ചിന്തിച്ച് പൊതുവായ ഒരു ധാരണയുണ്ടാക്കണം. ഓരോരുത്തരും ഈ പൊട്ടക്കാറ്റ് കിടക്കുന്ന തവളെ പോലെ അവിടെ ഇടുന്നുണ്ട് ക്രാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. ഞാൻ എത്രയോ നാളുകൊണ്ട് പറയുന്നു, ക്രിസ്ത്യാനികളുടെ ഇടയിൽ സാഹചര്യങ്ങളെ സത്യസന്ധമായി മനസ്സിലാക്കി ഒരു പൊതുവായ പ്രതികരണ രീതി, അതായത് ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് എപ്രകാരമാണ് സംഭവങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്നതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ പ്രാപിച്ചതിനനുസരിച്ച് പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു സംഘടന ഉണ്ടാക്കണം എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മതത്തിലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ഞങ്ങൾ ഭാരതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ മുഴുവനും സത്യത്തിൻ്റെയും നീതിയുടെയും കണ്ണിൽ കൂടെ നോക്കി എല്ലാവർക്കും നീതി ലഭിക്കത്തക്കോണം പ്രതികരിച്ചുകൊണ്ടേയിരുന്നു. അതൊരു ആത്മീയ ചുമതലയായിട്ടാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നും അങ്ങനെയാണ്. പക്ഷേ അപ്രകാരമുള്ള ഒരു ശ്രമം കേരളത്തിൽ നടത്താൻ നോക്കിയിട്ട് യാതൊരു രക്ഷയുമില്ല. ഇവിടെ ആരും സഹകരിക്കുകയില്ല. അത് ഞാൻ എന്നെ അങ്ങ് മാറ്റി വെക്കുകയാണ്. പക്ഷേ എനിക്ക് ഈ ധീരന്മാരായ തിരുമേനിമാരോട് പറയാനുള്ളത്, നിങ്ങൾ അത് ദയവായി വിളിച്ച് പറഞ്ഞ് സാഹചര്യം കൂടുതൽ വഷളാക്കരുത്. അത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിഗണിക്കും. ഹിന്ദുക്കളുടെ ചരിത്രം നമ്മളായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ വീര സർവാക്കറുടെ ഹിന്ദുത്വ എന്ന പുസ്തകം വായിച്ചാൽ അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹിന്ദുക്കൾ എവിടെ നിന്ന് വന്നതാണ്, അവരെപ്രകാരമാണ് ഭാരതത്തിൽ മുഴുവനും പടർന്നത് എന്ന് പറയുന്നുണ്ട്. ഹിന്ദുക്കൾക്കറിയാൻ മേത്ത ഒരു കാര്യവും നമുക്കറിയില്ല. അവർക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ട് കയറി പഠിപ്പിച്ചിട്ട് ആരുടെയെങ്കിലും കൈയടി വാങ്ങിക്കാനായിട്ട് നോക്കിയാൽ അത് വലിയ പോഴത്തമല്ലേ എന്ന് മാത്രവുമല്ല, അത് അവരെ പ്രകോപിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പൊ ഹിന്ദുക്കൾ അവരാരാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടോ ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടോ ഒന്നും അല്ല ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക, മണ്ടം കളിക്കരുത്. ഇപ്രകാരമുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിന്റെ പിറകിൽ രണ്ട് മുഖ്യ ലക്ഷ്യങ്ങളാണ്. അതെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒന്ന്, ഹിന്ദുക്കളുടെയും മതന്യൂനപക്ഷങ്ങളുടെയും മധ്യത്തിൽ ശത്രുത വർദ്ധിപ്പിച്ചിട്ട്, ശത്രുത നനച്ച് വളർത്തിയിട്ട് ഇവിടെ ഹിന്ദു സമൂഹത്തിലെ എല്ലാ ആളുകളെയും ഒറ്റക്കെട്ടായി നിർത്തിയാൽ BJPക്ക് ഭരണം പിടിച്ചെടുക്കാമെന്ന വളരെ ലളിതമായ ഒരു കണക്കുകൂട്ടലാണിത്. ഇത് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല. കേരളത്തിൽ പോലും ഹിന്ദുക്കൾ ഏതാണ്ട് 56% ഉണ്ട്. എല്ലാ ഹിന്ദുക്കളും BJPക്ക് വോട്ട് കൊടുത്താൽ അവരെല്ലാ ഇലക്ഷനും ജയിക്കും. വടക്കേ ഇന്ത്യയിൽ ഗുജറാത്ത് തൊട്ട് ആരംഭിച്ചിട്ട് പല സ്റ്റേറ്റുകളും അങ്ങനെയാണ് ഭരണം പിടിച്ചെടുക്കുകയും നിലനിർത്തുകയും ചെയ്തതെന്നറിയാം. അത് അവർ കേരളത്തിലും പ്രയോഗിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ക്രിസ്ത്യാനികളെ അവിടെ എവിടെയും തല്ലുന്നു, അല്ലെ അവരെ ആരാധന മുടക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ വളരെ ക്രൂഡായിട്ട് ചോദ്യം ചെയ്യുന്നു. യേശുവിൻ്റെ അപ്പനാരാണ് എന്ന് ഇപ്പൊ തെളിയിച്ചു തരണം, DNA കൊണ്ട് തെളിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ വെറും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ പേടിച്ച് വിരണ്ട് മുട്ടിടിച്ച് മുള്ളി അവരുടെ അടിമകളായി നിൽക്കും. അങ്ങനെ ഭീരുക്കളായ ഒരു ജനം ഭയത്തിനിരയായി ഒരു രക്ഷകർത്താവിനെ തേടുന്നു. ആ രക്ഷകർത്താവായി RSSും BJPയും സ്വയം അവതരിപ്പിച്ചാൽ ക്രിസ്ത്യാനികളും അവരുടെ കൂടെ ചേരും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കും. BJP പറയുന്ന പോലെ വോട്ട് കൊടുക്കും എന്ന ഒരേ ഒരു താല്പര്യത്തിലാണ്. ഇവിടെ സത്യം അറിയാനോ
സത്യം അറിയാഞ്ഞിട്ടോ ആരുടെയെങ്കിലും ധാരണ മാറ്റാനോ തെറ്റിദ്ധാരണ തിരുത്താനോ ഒന്നുമല്ല. ദയവായി മനസ്സിലാക്കുക. ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ചില മുറകൾ അഴിച്ചു വിടുന്നത് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് അർത്ഥവത്തായി അതിനോട് പ്രതികരിക്കുക? ഇതാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുന്ന ആളുകൾ അല്പമെങ്കിലും സുബോധമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുകയില്ല. ഇങ്ങനെ പ്രതികരിക്കുന്നതോട് ഒരു പ്രയോജനവുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഇതൊന്നും ചെയ്തില്ല. അന്ന് ഈ പറയുന്ന ആളുകളുടെ കാലത്തൊക്കെ നടന്നതാണ്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ അത്തര വ്യായാമം നടത്തുമ്പോൾ ഇതുകൊണ്ട് കൂടുതൽ അപകടം വിളിച്ചു വരുത്താൻ മാത്രമേ ഇടയാകുകയുള്ളൂ എന്ന് ദയവായി മനസ്സിലാക്കി. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ ഇത് തൽക്കാലം ഇത് സംബന്ധമായി തുടർന്ന് വീഡിയോകൾ ചെയ്യണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി അറിയിക്കാം. ആർക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അതിനോട് മെനക്കെട്ടൊരു കാര്യമല്ല. എനിക്കായിട്ട് ഇതിൽ പ്രത്യേകിച്ച് പുകയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാനിപ്പോൾ ഒരു സഭയുടെയും നെടുന്തൂണായിട്ടോ അല്ലെങ്കിൽ കഴുതയായിട്ടോ ഒന്നുമല്ല. ആരുടെയും ഭാരം ചുമക്കേണ്ട അവസ്ഥ എനിക്കിപ്പോഴില്ല. എന്നാൽ ഒരു സമൂഹം അപകടത്തിലാകുന്നതിൽ എൻ്റെ മനസ്സ് പൊടിയുന്നുണ്ട്, എൻ്റെ നെഞ്ച് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ പരിമിതമായ അനുഭവ സമ്പത്തും അറിവും ഒരു വിശ്വാസ സമൂഹത്തിന് പ്രയോജനം നൽകുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് തന്നെ അപകടം വരുത്താവുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ഇടപെടും. അപ്പോൾ എനിക്ക് ക്രിസ്ത്യാനികൾ അവർക്ക് അല്പമെങ്കിലും ആത്മീകമായ ബുദ്ധി, സ്പിരിച്വൽ ഇൻ്റലിജൻസ് എന്നാണ് ഞാൻ പറയുന്നത്, ഉണ്ടെങ്കിൽ നാം എങ്ങനെ പ്രതികരിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും കണ്ടുപിടിക്കണ്ട. നമ്മളെ അറിയിച്ച കാര്യം ഒന്ന് മനസ്സിലാക്കുകയും അത് പ്രയോഗിക്കാൻ ഒന്ന് കൂട്ടാക്കുകയും ചെയ്താൽ മതി. യേശു പറഞ്ഞു, ആരെങ്കിലും നിങ്ങളെ ഒരു ചെകിട്ട തടിച്ചാൽ മറ്റ് ചെകിടും കൂടെ കാട്ടിക്കൊടുപ്പീൻ. ഇതിന്റെ അർത്ഥം എന്താണ്? ദയവായി മനസ്സിലാക്കുക. ഇത് 2000 വർഷം നമ്മുടെ കയ്യിലിരുന്ന് ഉണങ്ങിയതാണല്ലോ. അർത്ഥം എന്താ നിങ്ങൾക്കറിയാം? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ പറയുന്ന വിദ്വാൻമാർ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും? ഒരിക്കലുമില്ല. അതിന്റെ അർത്ഥം പ്രാവർത്തികമായിട്ട് ഇപ്രകാരമാണ്: നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കുന്നത് വലിയ നേട്ടമാണെന്ന് കരുതുന്ന ആളുകൾ ചില കണക്ക് കൂട്ടൽ കൊണ്ടാണ് നിങ്ങളെ ആക്രമിക്കുന്നത്. അതായത്, നിങ്ങളോട് ഇന്നത് ചെയ്താൽ നിങ്ങൾ ഇപ്രകാരം പ്രതികരിക്കും, അങ്ങനെ പ്രതികരിച്ചാൽ അതുകൊണ്ട് പിന്നെ അടുത്ത പരിപാടി ആവിഷ്കരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. ഞാൻ വടക്കേ ഇന്ത്യയിലായിരുന്നത് കൊണ്ടും പല തിങ്ക് ടാങ്കുകളോട് ബന്ധമുണ്ടായിരുന്നത് കൊണ്ടും ഈ മേഖലയിൽ നന്നേ അധ്വാനിച്ചത് കൊണ്ടുമൊക്കെ ഞാൻ പറയുകയാണ്, ഈ ഹിന്ദുത്വ ക്യാമ്പിന്റെ ഉള്ളിലുള്ള വളരെ ലളിതമായ ഒരു ധാരണ എന്താണെന്ന് അറിയാം. ഭാരതത്തിലെ മുസ്ലിങ്ങളെ തെരുവീഥിയിൽ ഇറക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്യണം? അവരെ പ്രകോപിപ്പിക്കാൻ എന്ത് ചെയ്യണം? 3 കാര്യങ്ങളുണ്ട്. അതിലെങ്കിലും ഒന്ന് ചെയ്താൽ. ഒന്ന്, ഒരു ഖുറാൻ കത്തിക്കുക. ഖുറാൻ കത്തിച്ചാൽ എല്ലാവരും വെളിയിൽ വന്ന് പിന്നെ തല്ലായി, പുക്കാറായി, പിന്നെ വർഗീയ ലഹളയായി, പിന്നെ അതുപയോഗിച്ച് ഇവര് ഇന്ത്യ രാഷ്ട്രത്തിൻ്റെ തന്നെ അപകടമാണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ സാധിക്കും. രണ്ടാമത്തെ തത്വം, നബി തിരുമേനെ ചീത്ത വിളിക്കുക. അപ്പോൾ എല്ലാവരും വന്ന്. മൂന്നാമത്, മുസ്ലിങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്ത് ഇതിന്റെ പന്നിയിറച്ചി കൊണ്ടില്ല. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും മുസ്ലിങ്ങൾ പ്രകോപിക്കപ്പെടും. അവർ തെരുവീഥിയിൽ വരും. അവരെ പിന്നെ പോലീസിനെ കൊണ്ട് തല്ലിക്കോ അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലോ എന്ന് വേണച്ച. ഇത് ഒരു അടിയുറച്ച വിശ്വാസമാണ്. അതിന് അർത്ഥമുണ്ട് താൻ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നാണ് ധരിച്ചിരിക്കുന്നത്, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി നിങ്ങൾ പ്രതികരിപ്പീൻ. ലോകത്തിലാരും ഒരു വ്യക്തിയുടെ ചെകിട്ട തടിച്ചാൽ അവൻ മറ്റേ ചെകിട് കാണിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കില്ല. നിങ്ങളുടെ ചെകിട്ട തടിക്കുന്നവന്റെ പ്രതീക്ഷ എന്താണ്? അതിൻ്റെ ഉള്ളിലെ ഉറപ്പെന്താണ്? അവനെ പട്ടിയെ പോലെ മോങ്ങിപ്പിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ ആത്മധൈര്യം കെടുത്താനായിട്ട്
അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യ അന്തസ്സ് വിട്ട് അവൻ പ്രവർത്തിക്കത്തക്കവണ്ണം ആ ഒരു ചീട്ടത്തൊരു ബോർഡ് വെച്ച് കൊടുത്താൽ മതി. ഒന്നിൽ അവൻ തിരിച്ചു തല്ലും, അല്ലെ അവൻ കരഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ട് ഓടും. ഇപ്പൊ നിങ്ങൾ പട്ടി എറിയുമ്പോൾ നല്ല ഏറുകൊണ്ട് ആ പട്ടി ഒന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നത് പോലെ അവൻ ഓടും. ഈ രണ്ട് പ്രതീക്ഷയാണ്. എന്നാൽ ഈ രണ്ട് പ്രതീക്ഷകളെയും അതിജീവിപ്പീൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളെ പീഡിപ്പിക്കാനായി കണക്ക് കൂട്ടി ചില കാര്യങ്ങൾ നടത്തി ചെയ്തു വരുന്ന ആളുകൾ വെച്ചു പുലർത്തുന്ന കണക്ക് കൂട്ടലുകൾ നിങ്ങൾ ശരിവെക്കരുത്. അത് സാധൂകരിക്കാൻ അവസരം കൊടുക്കരുത്. അതിനെ അതിജീവിക്കുമെന്നാണ് എൻ്റെ അർത്ഥം. ഇപ്രകാരം ക്രിസ്തുമസ് നാളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായി ശ്രമിച്ചതിൻ്റെ പുറകിൽ വ്യക്തമായ ചില കണക്ക് കൂട്ടലുകളുണ്ട്. അത് ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കളുടെ ചരിത്രം അറിയാമോ, ഇൻഡസ് വാലി സംസ്കാരത്തിൻ്റെ നാൾ വഴികൾ അറിയാമോ? അതൊന്നും അല്ല. ദയവായി പൊട്ടത്തരം കാണിക്കരുത്. ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെയും ഹിന്ദു മതത്തിൻ്റെയും കുലശത്രുക്കളാണ് എന്ന് വരുത്തി വെക്കുക. അത് വരുത്തി വെക്കണമെങ്കിൽ ഇങ്ങനെ ചെറിയൊരു അക്രമം നടത്തുമ്പോൾ നാം എല്ലാവരും അവിടെ നിന്ന് അത് പറയുന്നു ഇത് പറയുന്നു, പിന്നെ ഹിന്ദുക്കളുടെ ചരിത്രം പറയുന്നു, പേർഷ്യന്ന് വന്നു എന്ന് പറയുന്നു, ഈർഷ്യയിലോട്ട് പോകുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ആകുമ്പോൾ സംഗതി കൂടുതൽ വഷളാക്കും. അപ്പോൾ അവരുടെ കണക്ക് കൂട്ടൽ വിജയിക്കും. രണ്ടാമത്, നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ള ആത്മധൈര്യവും നശിച്ചുകൊണ്ടേയിരിക്കുക. ഇതൊന്നും പറഞ്ഞിട്ടൊരു പ്രയോജനവുമില്ല. ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് നഷ്ടമേ ഉള്ളൂ. നാം ചെയ്യേണ്ടത് എന്താണെന്ന് നാം ചെയ്യുകയില്ല. നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ശ്രദ്ധേയമായ അതിപ്രാധാന്യമർഹിക്കുന്ന വിഷയത്തിൽ എന്നോട് കൂടെ ചേർന്ന് ചിന്തിക്കുവാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ദയവായി എഴുതി അറിയിക്കുക. ആർക്കും താല്പര്യമില്ലെങ്കിൽ ഞാൻ ഈ വിഷയം ഉപേക്ഷിക്കുന്നതായിരിക്കും എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ ചെറിയ വീഡിയോ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഏവർക്കും എൻ്റെ കൂപ്പുകൈ.